ബി.ജെ.പിയിലേക്ക് വരാൻ ഇ.പി. വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുവാണോ? കട്ടൻ ചായയും പരിപ്പ് വടയും ഇറങ്ങി കഴിയുന്നതോടെ ജയരാജന് LDF-ൽ ഇപ്പോഴുള്ള സ്ഥാനം പോലും കാണില്ല എന്ന് ജയരാജന് തന്നെ നന്നായിട്ട് അറിയാം. അത്രയ്ക്കും അവഗണനയാണ് പാവത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശോഭ ചേച്ചിയാണെങ്കിൽ ആശാൻ ബി.ജെ.പിയിലേക്ക് വരുന്ന കാര്യം അങ്ങ് പറഞ്ഞു പോവുകയും ചെയ്തു. അതോടെ LDF കൺവീനർ പദവി പോയി കിട്ടി. ബി.ജെ.പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 90% ചർച്ചകളും ഇ.പി. ജയരാജൻ പൂർത്തിയാക്കി കഴിഞ്ഞത് തന്നെയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടൊക്കെയോ ആശാൻ അതിൽ നിന്ന് പിന്മാറി. പിണറായിയുടെ ഇന്നോവ വീടിന് പുറത്തു വരും എന്നുള്ള പേടി തന്നെയായിരിക്കും അതിനുള്ള കാരണവും. അത് തന്നെയാണ് ആകാൻ സാധ്യത. ബി.ജെ.പിയിൽ നിന്ന് പാർട്ടി മാറുന്ന പോലെ ഒന്നുമല്ല LDF-ൽ നിന്ന് മാറുന്നത്. പണി കിട്ടും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഒരു കസേര കിട്ടാത്തതിന് സന്ദീപ് മാറിയപ്പോൾ ബി.ജെ.പി പുല്ല് വിലയാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെയല്ല ഈ ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്ന കാര്യം. ഒരു യൂണിറ്റ് മാറുന്നത് പോലും വലിയ പരിപാടിയാണ്. വെട്ട് കിട്ടും. അത് തന്നെയാണ് സത്യാവസ്ഥ. പാർട്ടിയിലുള്ളവർക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-ഉം കൊട്ടേഷൻ നൽകുമെന്ന് ഭയന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, മന്ത്രിമാരടക്കം. ആത്മകഥ ചോർന്നതൊക്കെ ആശാൻ DC ബുക്സിന്റെ തലയിൽ കെട്ടിവെക്കുന്നുണ്ടെങ്കിലും ഇനി LDF-ൽ ഒരു രാഷ്ട്രീയ ഭാവി തനിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഇ.പി.ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിയിലേക്ക് വരാൻ വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുന്നതും. കട്ടൻ ചായയും പരിപ്പോടയിലും ചില്ലറയൊന്നുമല്ല ഇ.പി. എഴുതി കൂട്ടിയിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ വിഷമവും ഇന്നലെ കൂറുമാറി വന്ന ഒരുത്തനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിന്റെ അമർഷവും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പാവം ഇ.പി. പാർട്ടിയെ അറിയിക്കാതെ പുറത്തിറക്കി നൈസായിട്ട് ബി.ജെ.പിയിലോട്ട് മാറാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോഴേക്കും ആശാൻ ആരോ നൈസായിട്ട് പണി കൊടുത്തു. എഴുതിയ കുറെ പേജുകൾ അങ്ങ് ലീക്കായി പോയി. പിന്നെ ഇന്നോവ വരുമോ എന്നുള്ള പേടി കാരണം എല്ലാം മാറ്റി പറയേണ്ട ഗതികേടും. പോരാത്തതിന് ഇന്നലെ കൂറി മാറി വന്നവനെ നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടിയും വന്നു. മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിലെത്തിയാണ് പ്രകാശ് ജാവേദ്കർ തന്നെ കണ്ടതെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ തിരുവനന്തപുരത്ത് ഉണ്ടെന്നറിഞ്ഞ് കാണാനും പരിചയപ്പെടാനും എത്തിയതാണ് എന്നാണ് ജാവേദ്കർ വന്ന് പരിചയപ്പെട്ടത് എന്നൊക്കെയാണ് ആശാൻ പറഞ്ഞതെങ്കിലും LDF കൺവീനറിന്റെ വീട്ടിൽ വന്ന് വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കാനായിരിക്കുമല്ലോ എന്തായിരുന്നാലും ജാവേദ്കർ വരുന്നത്. രാഷ്ട്രീയം പറയാൻ തന്നെയായിരിക്കും. എന്നാൽ ഇ.പി.യെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇന്നോവ വരും എന്നുള്ള കാര്യം കൺഫേം ആണല്ലോ. രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഇ.പി. ജയരാജൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇ.പിക്ക് ബി.ജെ.പിയിലേക്ക് വരാതെ വേറെ ഒരു നിവൃത്തിയുമില്ല എന്നതാണ് സത്യം. ലീഡറുടെ മകൾ പോയതും കോൺഗ്രസിൽ നിന്ന് രാജ്യത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയായിരിക്കും ഇ.പി. വീണ്ടും എടുക്കാൻ പോകുന്നത്. ഈ ചൂടൊക്കെ ഒന്ന് തണുത്തിട്ട് ഇ.പി. ബി.ജെ.പിയിലേക്ക് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിരുന്ന ഒരു ചർച്ച നടത്തി ഇവിടെ വന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും.